അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നാം ഇപ്പോൾ ഇന്ത്യാരാജ്യത്തിൻ്റെ ഭരണം ആര് നിയന്ത്രിക്കണം എന്നതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. ഈ ഭരണം ആരുടെ കൈവശത്തിൽ കൊടുക്കണമെന്നതിൽ ഇന്ത്യാരാജ്യത്തിലുള്ളവർക്ക് ജനങ്ങൾ പല അഭിപ്രായ വ്യത്യാസത്തിലും പല പാർട്ടികളുമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും തന്നെ അവർ യോജിച്ച ഒരു തീരുമാനമാണ് ഇന്ത്യ നല്ല നിലക്കുള്ളൊരു ഭരണം നടത്തുന്നവരായിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന്. അതിൽ തർക്കമില്ല. അപ്പം ഏതൊരു ഭരണവും നല്ല നിലക്കുള്ള ഭരണമായിരിക്കണം എന്നുള്ളത് ആവണം എന്നതിൽ ആർക്കും തർക്കമില്ല എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇങ്ങനെ വരുമ്പോൾ പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഭരിക്കുന്നവരാണെന്നും എല്ലാവരോടും അവൻ്റെ ഭരണത്തിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുമെന്നും ഹദീസിലുണ്ട്. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ റയ്യത്തി. നിങ്ങളെല്ലാവരും ഭരിക്കുന്നവരാണ്, നിങ്ങളോട് നിങ്ങളുടെ ഭരണത്തിനെ പറ്റി ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭരിക്കുകയാണ്. നമ്മളൊക്കെ ഭരിക്കുന്ന എന്തിനാണ്? ഓരോ വ്യക്തികളും ഭരിക്കുന്ന ഒരു പക്ഷേ രാഷ്ട്രത്തിനായിക്കൊള്ളുന്നില്ല, മറിച്ച് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ശരീരമാകുന്ന രാഷ്ട്രത്തെയാണ്. അതാണ് എല്ലാവരും ഭരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അവൻ്റെ ശരീരം എന്ന് പറയുന്നത് വലിയൊരു രാജ്യത്തെ പോലെയാണ്. ഒരുപാട് സ്റ്റേറ്റുകളുള്ള രാഷ്ട്രമാണ് ശരീരം. കൈ, കാല്, കണ്ണ്, മൂക്ക്, അനവധി സ്റ്റേറ്റുകൾ ശരീരത്തിനുണ്ട്. ഈ ശരീരം ആകമാനമുള്ളതായിരിക്കുന്ന ഭരണം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഭരിക്കുന്നവരാണ്. ഒരാളുമില്ലെങ്കിൽ സ്വയം അവൻ്റെ ശരീരത്തിന് അവൻ ഭരിക്കുകയാണ്. അവ ശരീരത്തിന് അവൻ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ളതായിരിക്കുന്ന അവയവങ്ങളെ മുഴുവനും ഓനാ ശരിയായ റൂട്ടിൽ ആ ശരീരത്തിനെ അവൻ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ശരീരത്തിനെ ഭരിക്കുക, പിന്നെ ഒരു കുടുംബമാണെങ്കിൽ അവൻ്റെ ഭാര്യൻ്റെ ശരീരത്തിനെ ഭരിക്കുക, മക്കളുണ്ടാണെങ്കിൽ മക്കളുടെ ശരീരത്തിനെ ഭരിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുടുംബനാഥനായി വന്നാൽ കുടുംബത്തിന് മൊത്തത്തിലുള്ളതായിരിക്കുന്ന ഭരണം നിലനിൽക്കുക. രാജ്യത്തിൻ്റേതാവുന്ന മഹലിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ നേതാവാണെങ്കിൽ ആ നേതൃത്വത്തിൻ്റെ അകത്ത് അവന് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധത്തോടു കൂടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ആ ഭരണം നല്ല നിലക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇവൻ്റെ സ്വയം ചുരുക്കിയ നിലക്ക് അവൻ്റെ സ്വന്തം ശരീരത്തിനെ ഭരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ശരീരത്തിൻ്റെ അകത്തും അവൻ നിത്യേന അവൻ്റെ ശരീരം ഭരണത്തിൻ്റെ അകത്ത് നിത്യം അവൻ ആര് ഭരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യൻ. എന്നുവെച്ചാൽ ശരീരമാകുന്ന വലിയതായിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൽബാണ്. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നത് അതിൻ്റെ തലസ്ഥാന നഗരിയിൽ വെച്ചാണല്ലോ. ഇപ്പോൾ ഡൽഹിയിലേക്കുള്ളതായിരിക്കുന്ന എം പിമാരെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞേക്കാൻ പോകുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തലസ്ഥാന നഗരമായിരിക്കുന്ന കൽബിലേക്കുള്ള ഭരണം ആര് നടത്തണം തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ശൈലി ഇവിടെ രണ്ട് പാർട്ടിക്കാരാണ് ഏതൊരു മനുഷ്യൻ്റെയും ശരീരം ഭരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. രണ്ട് കക്ഷികളാണ്. ഒരു കക്ഷി എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാകുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നതിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കക്ഷിയിൽപ്പെട്ട ഒരാളാണ് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന അഥവാ ഇബ്ലീസിൻ്റെ കക്ഷിയിൽപ്പെട്ട ഒരുവനുമാണ്. ഇപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഭരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളായിട്ട് വരികയാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നീങ്ങിക്കൊണ്ട് പോകണം എന്നുള്ള നിലവാരത്തിലുള്ളതാണ് പിന്നെ അള്ളാഹിൻ്റെ പ്രകാശത്താൽ ശരിക്കപ്പെട്ടതായിരിക്കുന്ന മലക്ക് തോന്നിപ്പിക്കുക, കൽബിൻ്റെ അകത്ത് തോന്നിപ്പിക്കുക, മലക്ക് തോന്നിപ്പിക്കുക. ആ മലക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൻ്റെ ഇടം മലക്കിൻ്റെ ഭാഗത്തുണ്ടായി. ആ തൻ്റെ ഇടത്തോ മലക്കിൻ്റെ ഭാഗത്തുള്ളതായിരിക്കുന്ന ചിന്താഗതി അനുസരിച്ച് ആ മനുഷ്യൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അവൻ യഥാർത്ഥത്തിൽ ഒരു രീതിമാനായതായിരിക്കുന്ന ഭരണത്തോടുകൂടെ രീതിയോടുള്ള ഭരണത്തോടുകൂടെ അവൻ്റെ ശരീരത്തിന് ഭരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. മറിച്ച്
അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായി സംഘടിപ്പിക്കുന്നതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നവരാണ് ഇബ്ലീസ്. ഇബ്ലീസിൻ്റെ അനുയായികൾപ്പെട്ട ഒരു ശൈത്താനും നമ്മളെ ശരീരത്തിൻ്റെ അകത്ത് ഭരണം നടത്താൻ വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അയാളെ വോട്ട് ഏതാ? നീ എപ്പോഴും എന്താകണം, ഈ പ്രപഞ്ചത്തിൻ്റെ സിട്ടാവിനെ നീ ഓർക്കരുത്, സിട്ടാവിനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന മനസ്സിലിങ്ങനെ വരുത്തും. അതിലേക്ക് വന്നാൽ എന്താവും, അത് നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് ഈ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വന്നാൽ അവൻ ഇബ്ലീസാകുന്ന ആളെ, അവൻ്റെ ശരീരം ഇബ്ലീസിൻ്റെ മക്കളിൽപ്പെട്ട ഒരാളെ അവൻ്റെ ശരീരത്തിൻ്റെ അകത്തുള്ള ഭരണം നടത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്താൽ മാതിരിയായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ആർക്ക് വോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അത് മലക്കിന് വോട്ട് ചെയ്യണം. അപ്പോഴാണ് അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ ചുറ്റുപാടിലേക്ക് അവൻ്റെ ശരീരം വരികയുള്ളൂ. നേരെ മറിച്ച് ഇബ്ലീസിൻ്റെ മക്കളിൽപ്പെട്ട ശൈത്താൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ്റേതാവുന്ന ദുശ്ചെയ്തികളൊക്കെ തോന്നിപ്പിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ പോയാൽ അത് ഇബ്ലീസിൻ്റെ വോട്ടായിട്ട് മാറും, ശൈത്താനിക്കുള്ള വോട്ടായിട്ട് മാറും. അപ്പം മനുഷ്യൻ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന ശരീരത്തിൻ്റെ ഭരണം മലക്കിൻ്റെ കയ്യിൽ കൊടുക്കണം. അതിനെന്താ മാർഗം? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതാ ദക്കറല്ല, അവൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഓർത്താൽ എന്ന് വെച്ചാൽ അള്ളാഹിനെ പറ്റി ഓർക്കുന്ന ചുറ്റുപാടിലേക്കും വരിക എന്ന് പറഞ്ഞാൽ വാക്ക് കൊണ്ട് അള്ളാഹു തആല അനുവദിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും പ്രവർത്തനം കൊണ്ട് അള്ളാഹു അനുവദിച്ച കുറച്ച് പ്രവർത്തിച്ചുകൊണ്ടും മനസ്സിൻ്റെ അകത്തുള്ള ചിന്ത വരുന്ന അള്ളാഹ് അനുവദിച്ച കുറച്ച് ചിന്തയായിക്കൊണ്ടും വന്നാൽ ഇത് അള്ളാഹിനെ ഓർക്കലാണ്. അങ്ങനെ അള്ളാഹിനെ ഓർത്ത് കഴിഞ്ഞാൽ ഹനസ ഷെയ്ത്താൻ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭരണത്തിൻ്റെ അകത്ത്, മനുഷ്യ ശരീരത്തിൻ്റെ ഭരണത്തിൻ്റെ അകത്ത് നാം നല്ല നിലക്ക് ഭരിച്ച് അവൻ്റെ സ്വയം ശരീരത്തിനെ ഭരിക്കുകയും അവൻ്റെ കുടുംബത്തിനെ ഭരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നന്നായി തീരണമെങ്കിൽ ആദ്യമായി ഇവൻ സ്വമേധയാ അവൻ്റെ ശരീരത്തിൻ്റെ ഭരണം മലക്കിൻ്റെ കയ്യിൽ കൊടുക്കണം. മലക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്ന അള്ളാഹിനെ ഓർക്കുക. അള്ളാഹിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ടുള്ള ഓർക്കലുണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഓർക്കലുണ്ട്, മനസ്സുകൊണ്ടുള്ള ഓർക്കലുണ്ട്. വാക്കുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൗൽ നിസാബു അല കായിരിഹി, ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പറഞ്ഞവനത് കൂലി കൊടുക്കും എന്ന് പറഞ്ഞ രൂപത്തിലുള്ള വാക്ക് എന്താണോ പ്രവർത്തിച്ചത് അതാണ് വാക്ക് കൊണ്ടുള്ളതായിരിക്കുന്ന കൗല് കൊണ്ടുള്ള ദിക്രി എന്ന് പറഞ്ഞാൽ. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം അള്ളാഹു തആല കൽപ്പിച്ചനുസരിച്ച പ്രവർത്തനമായി മാറിയാൽ അത് പ്രവർത്തനം കൊണ്ട് അള്ളാഹിനെ ഓർക്കലായി മാറുകയാണ്. മനസ്സിൻ്റെ അകത്ത് അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത വരിക, അള്ളാഹുവിനെ ഓർത്ത് മുന്നോട്ട് പോകുന്ന അല്ലാത്ത ചിന്തയത്ത് മാറി നിൽക്കുക, അത് മനസ്സിൻ്റെ അകത്തുള്ളതായ ഒരു ദിക്റാണ്. ഈ നിലക്ക് വന്ന ഹനസ ഷെയ്ത്താൻ എന്ന് പറയുന്ന മറുകക്ഷിയിലെല്ലാവർക്കും സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോവുകയും മലക്ക് അവിടെ വിജയിക്കുകയും അങ്ങനെ അവൻ്റെ ശരീരത്തിൻ്റെ തലസ്ഥാനമാകുന്ന കൽബിൻ്റെ അകത്ത് മലക്കിൻ്റെ ഭരണം നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കൽബിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതായിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന സാധനമാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാകാൻ പോകുന്നത്. ആത്മാവിൻ്റെ വളർച്ച എന്നുള്ളത് കൽബിൻ്റെ അകത്തുള്ള പ്രകാശം കൊണ്ടാണ്. ഈ കൽബിൻ്റെ അകത്തെ പ്രകാശമുള്ളത് സൽപ്രവർത്തനം കൊണ്ടാണ്, അതാണ് ഓർക്കൽ കൊണ്ടാണ്. അപ്പം കൽബിൻ്റെ അകത്ത് പ്രകാശം ഉണ്ടായാൽ അതിൽ നിന്ന് ഈ കൽബിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതായിരിക്കുന്ന ആത്മാവ് ഉയർന്ന് പന്തലിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ തന്നെ ഈ മനുഷ്യൻ വിജയത്തിൻ്റെ ഒരാളായി മാറും. നേരെ മറിച്ച് ആത്മാവ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അതിൻ്റെ ആത്മാവിൻ്റേതാകുന്ന വളർച്ചക്കുള്ളതായ ഈ സംഗതി പ്രകാശമായി വരുമ്പോൾ പിന്നെ ആത്മാവ് വളർച്ചനെ തൊട്ട് മുരടിച്ചു പോകുന്നതിൻ്റെ മാർഗം അവൻ്റെ കൽബിൻ്റെ അകത്ത് ഇരുട്ട് വരുന്ന സ്വഭാവമാണ്. കൽബിൻ്റെ അകത്ത് ഇരുട്ടെങ്ങനെ വരിക? അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൽബിൻ്റെ അകത്ത് ഇരുട്ടായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തരുണത്തിൽ ഈ പാർലമെൻറ്റ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നമ്മളെ മുന്നിൽ വന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച് ആദ്യമായി നമ്മളുടെ സ്വയം ശരീരത്തിന് ആർക്ക് വോട്ട് കൊടുക്കണം? അത് മലക്കിന് വോട്ട് കൊടുക്കണം. എന്നാൽ അവൻ വിജയിച്ചു, ശൈത്താൻ വോട്ട് അവനെ പരാജയപ്പെട്ടു. ഇതാണ് സ്വയം മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ഈ സന്ദർഭത്തിലായതുകൊണ്ട് ഒരു വോട്ടിൻ്റെ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് രൂപത്തിലായി നിങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് പഠിച്ച് ആർക്കൊക്കെയാണ് നല്ല നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തിനെ ഭരിച്ച് മുന്നോട്ട് പോകണം കഴിവുള്ളത് എന്ന് അള്ളാഹു തന്നായിരിക്കുന്ന ബുദ്ധി കൊണ്ട് മനസ്സിലായി അതിന് പറ്റിയതായിരിക്കുന്ന ആൾക്കാരെയോ അതിന് പറ്റിയതായിരിക്കുന്ന പാർട്ടിക്കാരെയോ തിരഞ്ഞെടുത്ത് അയക്കലാണ് ബുദ്ധി. ആ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ദീനീ പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് തൃപ്തിപ്പെട്ടതാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.